ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ 2022 ജാനുവരി 12 ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര വിഷമത്തിൽ കഴിയുന്ന സമയത്താണ് എൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ താഴെ ഞങ്ങൾ 2 റൂമിലായിട്ട് ഞാനും എൻ്റെ കൊച്ചുങ്ങളും ഒരു ഹിന്ദിക്കാർ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. എൻ്റെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അതായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു മുറിയിൽ അടക്കളയും തുണിയും എല്ലാം ഒരു മുറിയിൽ തന്നെ, ഒരു മുറിയിൽ ബെഡ്റൂം, അതിലാണ് എൻ്റെ കൊച്ചുകൾ കിടന്നത്. ആ അവസ്ഥയിലിരിക്കുമ്പോൾ ആര് വന്നാലും എൻ്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പോലും മേളിലോട്ട് കയറ്റി വിടരുതെന്ന്. കാരണം അത്ര ശോചനീയമാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രസിഡൻറ്റ് രാവിലെ വീട്ടിൽ വന്നപ്പം ഇവിടെ വീട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനിവിടെ മേളിലുണ്ടായിരുന്നു, അപ്പം ഞാൻ എന്താ ഇറങ്ങി വരാഞ്ഞെന്ന് വെച്ചു. അപ്പം സങ്കടത്തിലിരുന്ന സമയത്ത് ഞാൻ എല്ലാ സങ്കടങ്ങളും അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഏതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വിളിക്കുന്നിടത്ത് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ്? ഞാനൊരു കച്ചിത്തുമ്പ് കാലത്ത് ഇരിക്കണമായിരുന്നു, അത്ര അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കരയും. എനിക്ക് ഒരു സ്വന്തമായിട്ട് അടുക്കള, വീടല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് സ്വന്തമായിട്ടൊരു അടുക്കള തരുമോ ദൈവമേ, മാതാവേ എനിക്ക് അടുക്കള തന്നെ. ഞാനൊരു ചെറിയ ഇരുമ്പ് ഡെസ്കിലാണ് സ്റ്റൗ വെച്ച് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമോ രാവിലെ വരുമ്പോൾ. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും അതൊരു വേദനയായിട്ട് തോന്നിയിരുന്നില്ല. ഹസ്ബൻഡ് കൂടെ ഇല്ല, മദ്യപാനിയാണ്, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജീവിതം. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, നാളത്തെ കഴിഞ്ഞ് നീ 9:30 ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണം, ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോവാം. കൃപാസനം നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പത്രമൊക്കെ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വീണ് കിടക്കണം കണ്ടിട്ടുണ്ട്, ഞാൻ എന്താന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നീ അങ്ങോട്ട് വാ, ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഞാൻ പിറ്റേ ദിവസം വന്നു. 9:30 ബസ്സിൽ വരുമെന്ന നേരത്ത് പറഞ്ഞു, നീ വന്ന വഴി മാതാവിൻ്റെ അടുത്ത് അവിടെ നീ കാല് കുത്തുമ്പോൾ നീ പുറകോട്ടല്ല, നീ മുന്നോട്ടാ പോണേ, നിനക്ക് ഇനി അനുഗ്രഹങ്ങളുടെ പട്ടികയായിരിക്കുമെന്ന്. ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. ഇവിടെ വന്നു, സാധാരണ വന്നു പോയി, ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഉടമ്പടി എടുത്തു, ഞാൻ തിരികെ ചെന്നു. പറഞ്ഞ പോലെ പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ച് എൻ്റെ പ്രാർത്ഥന ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് അപ്പച്ചൻ എന്നോട് വീട് മാറാൻ പറയണേ, വാടക വീട്. അപ്പോൾ എൻ്റെ കൊച്ചിനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് എൻ്റെ മോൻ IT ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി 15 രൂപ വാടക, 3 ബെഡ്റൂം വിത്ത് ബാത്റൂം, ഇതാണ് മസ്റ്റ്, പുതിയ വീടായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയരുത്. ഇതായിരുന്നു കൊച്ചിൻ്റെ മനോഭാവം. എന്ന് വെച്ചാൽ അങ്ങനെ അത്ര സങ്കടത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിട്ട് കൃപാസനത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് കുറേ ഫോട്ടോസ് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേച്ചി എത്രയും പെട്ടെന്ന് വേഗം വാ, ചേച്ചിക്കൊരു വീട് കാണിച്ചു തരാം. ഞാനവിടെ ചെല്ലുമ്പോൾ പുതിയ വീട്, 3 ബെഡ്റൂം വിത്ത് ബാത്റൂം വിത്ത് AC, ഫുൾ ലൈറ്റ്, എല്ലാ സജ്ജീകരണങ്ങളുള്ള കർട്ടൻ, എല്ലാം ഫാൻ, എല്ലാ ഫിറ്റിങ്സും ഉള്ള വീട്, 15 രൂപ വാടക കറക്റ്റ്. അങ്ങനെ ഞങ്ങളവിടെ താമസിക്കാൻ ആയി. അപ്പോൾ കൊച്ചു പറഞ്ഞു, 6 മാസത്തോട്ട് മമ്മി ഇവിടെ, അത് കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയണം. അപ്പോൾ എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തിൽ വീട് പണിയാൻ നോക്കിയെങ്കിലും ഹസ്ബൻഡിൻ്റെ കാറിൻ്റെ ഗ്യാരണ്ടിയറായി പോയതുകൊണ്ട്, ലോൺ അടയ്ക്കാത്തതുകൊണ്ട് എനിക്ക് ഒരു ബാങ്കുകാരും ലോൺ തന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്റ്റക്കായി. അപ്പോൾ ഇനി വീട് പണിയേ നിവൃത്തിയുള്ളൂ, വിൽക്കേ നിവൃത്തിയുള്ള സ്ഥലം. പക്ഷേ ആ സ്ഥലത്തിലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ ഒരു മൂല കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, വേറൊരാളുടെ പറമ്പ് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണെങ്കിലും അതിന് പൂർണ്ണത ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സ്ഥലം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഭാഗാധാരം ചെയ്ത് ഞാൻ എടുത്തു ആ സ്ഥലം. മറ്റേ സ്ഥലം പകുതി ഉണ്ടായത് എൻ്റെ സിസ്റ്ററിന് കൊടുത്തു. കാരണം അവർക്ക് വിൽക്കാനുള്ള സ്ഥലം, ഞാൻ വീട് പണിയാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം എടുത്തത്. പക്ഷേ എനിക്ക് വിൽക്കേണ്ടി വന്നത് എനിക്കാണ്. അപ്പോൾ ഈ സ്ഥലം എങ്ങനെ വിൽക്കും എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇളയ മോൻ പറഞ്ഞു, മമ്മി നമുക്ക് കൃപാസനത്തിൽ ഉപ്പുമായിട്ട് എന്തോരം സാക്ഷ്യം കേൾക്കണു, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും കൊച്ചും കൂടിയും അവിടെ ചെന്ന് വെഞ്ചരിച്ച് ഉപ്പിട്ടിട്ട് 33 വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ അതിരെല്ലാം നടന്ന് ഉപ്പിട്ടു. ബാക്കി എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലം
ഇല്ലിപ്പട്ടൽ നിറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അമ്മച്ചി എപ്പോഴും പറയും ആ സ്ഥലം വിൽക്കണം കാര്യം. അപ്പോൾ എനിക്ക് കാട് കാരണം അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങോട്ട് എറിഞ്ഞ് ഞാൻ ഉപ്പിട്ടു, പ്രാർത്ഥിച്ചു. ബാക്കി കുറച്ച് ഉപ്പ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ അനിയത്തി എന്നോട് പറയുമല്ലോ പരാതി, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന്. ബാക്കി ഉപ്പ് ഞാൻ ഇപ്പുറത്തെ എൻ്റെ അനിയത്തിയുടെ സ്ഥലത്ത് വിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഒരാളെൻ്റെ കടയിലോട്ട്, ഞാൻ ഒരു ചെറിയ കട നടത്തണ്ടായിരുന്നു, കടയിലോട്ട് കയറി വന്നിട്ട് 10,000 രൂപ മേശപ്പുറത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ സ്ഥലത്തിനുള്ള ടോക്കണാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഇഷ്ടമല്ല എന്താണോ അത് എന്നോട് പറയേ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ചേച്ചി, അയാളുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ചേച്ചി വൈകുന്നേരം തന്നെ വിളിച്ച് പറയണം കേട്ടോ എന്ന്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചു പറഞ്ഞിട്ടുണ്ട് 6 ലക്ഷത്തിന് മേലെ ആര് പറഞ്ഞാലും നമുക്ക് ആ സ്ഥലം വിൽക്കാട്ടോ എന്ന്. അപ്പം ഞാൻ 6.5 ലക്ഷം രൂപ അയാളോട് പറഞ്ഞു. 6.25 ലക്ഷത്തിന് അയാൾ ഉറപ്പിച്ച് പിറ്റേ ദിവസം അയാൾ എൻ്റെ കടയിൽ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര റൂഡ് ആയിട്ട് സംസാരിച്ച് ഭയങ്കര തൻ്റെടി അങ്ങനെ എന്തുപോലെ അയാൾക്ക് തോന്നി. പക്ഷേ അയാളുടെ അടുത്ത് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞ് എൻ്റെ വീടൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ചേച്ചിയുടെ കണ്ണ് ഇനി നിറയരുത്. ഒരു മുസ്ലിം സഹോദരനാണ്, റഫീഖ് എന്നാണ് പേര്. ഇനി ചേച്ചിയുടെ കണ്ണ് നിറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം എന്ന് പറഞ്ഞു. ചേച്ചി 3 മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിനു മുമ്പ് ചേച്ചിക്ക് പൈസ വേണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ലോണിന് അപേക്ഷിക്കുന്നു. കൊച്ചിൻ്റെ ലോൺ ഫാസ്റ്റായി നടക്കുന്നു. ആ സമയത്ത് കൊച്ചിൻ്റെ ജോബിന് ഇൻക്രിമെൻറ്റ് കിട്ടുന്നു, പൈസ കൂടുതൽ സാലറി കിട്ടുന്നു. അറിയില്ല 3 മാസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞങ്ങൾ വീട് മേടിച്ചു. അതും വീട് മേടിക്കുന്നത് 2 മുറി 1 അടുക്കള എന്നുള്ള സെറ്റിലാണ് ഞങ്ങൾ നടന്നത്. പക്ഷേ വന്ന് 4 ബെഡ്റൂം 5 ബാത്റൂം 2050 സ്ക്വയർ ഫീറ്റ് വീട് 7 സെൻറ്റ് സ്ഥലം ഇങ്ങനെയുള്ളൊരു വീടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ വീടിൻ്റെ വെഞ്ചിരിപ്പിന് വന്നവരെല്ലാവരും, എന്നെ അറിയുന്നവരെല്ലാവരും അതിശയിച്ചിട്ട് ചോദിച്ചു, വീടിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ വീട്ടിലോട്ട് കയറാൻ പേടി. ഇത് എൻ്റെ തന്നെ വീടാണോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും സങ്കടത്തിലാണ് എൻ്റെ ജീവിതം. എനിക്ക് ഭർത്താവില്ല, ഞങ്ങൾ കഷ്ടിച്ചാണ് ജീവിച്ചിരുന്നത് അങ്ങനെയൊക്കെ. അപ്പം വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനം മാതാവ് തന്നതാ. അപ്പോൾ അവരെല്ലാവരും അവിടെ സെറ്റിലിരുന്നു, അവർക്ക് കേൾക്കണം എന്താണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതാവ് ഒരു വലിയ അത്ഭുതം, സ്ഥലം വിൽക്കുന്നു. ഞാൻ വീട് മേടിക്കാനല്ല, പണിയാൻ വേണ്ടിയാണ് മാതാവിനോട് ഞാൻ എന്താ പറയുക, ഇതിൽ എഴുതി കൊടുക്കുമല്ലേ നമ്മൾ ആവശ്യം, എഴുതി കൊടുത്തത്. പക്ഷേ മാതാവ് അതിലപ്പുറമായിട്ട് എനിക്ക് സ്ഥലവും വീടും, അതും എല്ലാവരും അതിശയിക്കുന്ന രീതിയിലുള്ള വീടും എനിക്ക് തന്നു. പിന്നെ എനിക്ക് അടുത്തത്, ഞാൻ വാടക വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്കുണ്ടായ സംഭവങ്ങൾ, എൻ്റെ ചേട്ടൻ ഒരു ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അവരിലൊരു മകളുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പായിരുന്നു. ഞങ്ങൾക്ക് ആരും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, ഞങ്ങൾ മിണ്ടുമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, കൃപാസനത്തിൽ വന്നേ പിന്നെ എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സങ്കടം. അവൻ്റെ കല്യാണം എനിക്ക് നടത്തണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് കല്യാണം വന്നെങ്കിലും എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് ഒരു മൾട്ടി സ്വഭാവമുള്ള ഒരാളായി മാറിയിരുന്നു, ഒരു മാനസിക രോഗിനെ പോലെ ആയിരുന്നു. അപ്പോൾ ഈ കല്യാണം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. ആര് വീട്ടിൽ കല്യാണം ആലോചനയ്ക്ക് വന്നാലും ചേട്ടൻ്റെ എന്തെങ്കിലും സ്വഭാവം കൊണ്ട് അവർ റിജക്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഒരു പയ്യൻ വന്നിട്ട് അവരുടെ വീട്ടുകാരൊക്കെ എതിർത്തിട്ടും ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ആ കൊച്ച് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം മതി. അങ്ങനെ പറഞ്ഞ് ആ കല്യാണം നടക്കാനുള്ള എല്ലാ വഴികളും വന്നു. പക്ഷേ മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ ഡ്രസ്സ് പോലും റെഡിയാക്കിയില്ലെന്നുള്ളത്, അത്ര പേടിച്ചാണ് ഞങ്ങൾ നിൽക്കണത്. കാരണം എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. കല്യാണം നടക്കുമോ, മനസ്സമ്മതം നടക്കുമോ. ഇവിടെ വന്നു ഞാൻ, അതിനു മുമ്പ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കരഞ്ഞ് പറയാൻ, അച്ഛാ ഇതാ ഞങ്ങളുടെ സ്ഥിതി, പെങ്കൊച്ചിൻ്റെ കല്യാണമെങ്കിലും നടക്കണം. പക്ഷേ ഇവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ മാതാവ് നിൻ്റെ കണ്ണുനീര് കാണും, നീ ഒന്ന് അവിടെ നിന്ന് ഉറക്കെന്ന് വിളിച്ച് നീ കരഞ്ഞേ മാതാവിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എന്നാലും സങ്കടത്തിലാണ് പോയി, അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ കല്യാണം നടന്നതും മനസ്സമ്മതം നടന്നതും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. എല്ലാവരും സാമ്പത്തികമായിട്ട് എൻ്റെ ചേട്ടൻ്റെ കയ്യിലൊന്നുമില്ല, എന്നിട്ട് പോലും സ്റ്റേജ് ഡെക്കറേഷൻ വന്നവർ കുറവ് പൈസ. ഫ്ലവറിൻ്റെ ആൾ ചേട്ടൻ്റെ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞു, നിനക്ക് എന്ത് ഫ്ലവറാണ് വേണ്ടേ, ഏത് കളർ, വില നീ ചോദിക്കരുത്. റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു, ഈ പൂവിൻ്റെ വില പറയരുത്.
അവർ റെഡ് ഫ്ലവർ പറഞ്ഞു, ഫുൾ ഒറിജിനൽ റെഡ് ഫ്ലവർ. എല്ലാ കല്യാണത്തിനും വന്നൊരു തൊട്ട് നോക്കുകയാണ് അത് ഒറിജിനൽ തന്നെയാണോ എന്ന്. അത്രയും നല്ല സ്റ്റേജ്. വിവാഹ സഹായ നിധി ചോദിച്ചു പള്ളിയിൽ, അരമനയിൽ പോയി ചോദിച്ചിട്ടുണ്ട്, അതും മേടിച്ചിട്ട്. ആ കല്യാണം ഫുഡ് ലൈവായിട്ട് അവരും അത് ചേട്ടനോടുള്ള ആ ഒരു എന്തോ ഒരു ഇത് കൊയർ എല്ലാവരും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയും ഗംഭീരമായിട്ട് തുറന്നു പറയാൻ പറ്റില്ല. ആ പെൺകൊച്ചിന് ഒരു സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, എന്നാൽ പോലും ഒരു പൈസ പോലും ആ ചെറുക്കൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. അത്ര പോലും ഇല്ലാഞ്ഞിട്ട് പോലും ആ ചെറുക്കൻ്റെ ആ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്ര അത്ഭുതമായിരുന്നു. അച്ഛന് ഞങ്ങളോട് ദേഷ്യം വന്നു, ഈ കല്യാണമാണോ നിങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അത്രയും ഗംഭീരമായിരുന്നു. വന്നവരൊക്കെ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റണില്ലെന്ന്. അങ്ങനെ ആ ഒരു കല്യാണം നടന്നു. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ഫസ്റ്റ് ഏവിയേഷൻ കഴിഞ്ഞ് BBA ഏവിയേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് ഇൻ്റർവ്യൂവിന് നിൽക്കുകയാണ്. 600 പേരുണ്ട്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. മോക്ക് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവൻ കണ്ണൊക്കെ ചുമന്ന് വേർത്തൊലിച്ച് നിന്നപ്പോൾ ആ മാഡം എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ കൊച്ചിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ, ജോലി കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് സങ്കടം വന്നു, ഞാൻ എന്താ പറയുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവില്ലേ, മാതാവിനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു, നന്നായിട്ട് കരയാൻ ഞാൻ മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, മമ്മി എനിക്ക് വേണ്ടി ഇത്രയും കരയാറുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്കറിയില്ല, ആ കൊച്ച് ജനിക്കുമ്പോൾ അവന് പാല് കുടിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. 2 ചെവിടും പഴുത്തു ഒലിക്കുമായിരുന്നു. അപ്പോൾ ബുദ്ധിക്ക് വരെയും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിരുന്നു ഞങ്ങൾ ആ കൊച്ചിനെ കുറിച്ച്. പക്ഷെ അവനാണ് BBA ഏവിയേഷൻ ഫുൾ പാസ്സായിട്ട് ഒരു സബ്ജക്റ്റ് പോലും പോകാതെ പാസ്സായത്. അപ്പോൾ ആ കൊച്ചിനാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ ആ കൊച്ചിനെ ഒന്ന് ഓർക്കണല്ലേ, അന്നത്തെ ആ കുഞ്ഞി കൊച്ചിനെ. അവനാണ് ഈ നിൽക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്. ഇനി നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. കൊച്ചിനോടും ഞാൻ പറഞ്ഞു, മോനൊന്നും പറയണ്ട, അമ്മ സംസാരിച്ചോളും, മോൻ ആ കാശ് രൂപം കൈ പിടിച്ചോ, നീ പേടിക്കണ്ട, അറിയില്ലാത്തത് അറിയില്ല എന്ന് തുറന്നു പറഞ്ഞോ, എന്നിട്ട് നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യ്, ചിരിച്ചിട്ട് നീ കയറിപ്പൊക്കോളണം എന്ന് പറഞ്ഞു. അവൻ പറയണത് പിറ്റേ ദിവസം എന്താ സംഭവിച്ചതെന്ന്. അവൻ ചിരിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഇതിലോട്ട് കയറിപ്പോയേ. 8 പേരുണ്ടായിരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരും തിരിഞ്ഞു ഒരുപോലെ അവനോട് ചിരിച്ച് വർത്താനം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവൻ പറയണത് എന്താ ചോദിച്ചതെന്നും എന്താ പറഞ്ഞതെന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ ജോലി ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എംബ്രോയ്ഡറി ആണെന്ന് പറഞ്ഞു. എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യണേന്ന് നിനക്ക് അറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ തമാശ പറഞ്ഞ് അവർ ചിരിച്ച് അവനോട് പറഞ്ഞ് ഗുഡ് എന്നും പറഞ്ഞ് ഇറങ്ങി. അവൻ ഇൻ്റർവ്യൂവിൽ അവന് ജോലി കിട്ടി. അതും പറഞ്ഞ പൊസിഷനല്ല, അതിൻ്റെ മേലെ. അത് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എല്ലാവരും വൗ എന്ന് പറയണം, അവന് കിട്ടുന്ന ജോലി അതെനിക്ക് മേലെ ആയിരിക്കണം. അത് തന്നെ മാതാവ് കൊടുത്തു. അവന് അതിലും മേലെയുള്ള ജോലി കിട്ടി. പിന്നെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കള്ളം കയറിയപ്പം എൻ്റെ ഡോറ് ഒരു പകുതിയോളം തുറന്നു. ഞാൻ ഇരുട്ടത്ത് ചെറിയ വെട്ടത്തിൽ ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഡോറ് തുറക്കണേ. അപ്പം ഞാൻ എൻ്റെ മോനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടണില്ല. അപ്പോൾ ആ കള്ള പതിയെ അവിടെ നിന്ന് കുറച്ച് നേരം. പക്ഷെ കള്ളനാന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, മോനെന്താ മിണ്ടാത്തേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ അവന് പനി ഉണ്ടായിരുന്നു തലേ ദിവസം. പിന്നെ എന്താണോ ഈ മിണ്ടാത്തത്? ഞാൻ പതിയെ ഡോറ് തുറക്കലും ഈ ഡോറിൻ്റെ അടുത്തോട്ട് നടക്കലും ഇയാൾ ഡോറ് പതിയെ അടച്ചു. എൻ്റെ ആ ഡോറിൻ്റെ തൊട്ടടുത്ത് എൻ്റെ മാല ഇരിപ്പുണ്ടായിരുന്നു, പൈസ ബാഗിലിരിപ്പുണ്ടായിരുന്നു, ഈ സ്ഥലത്തിൻ്റെ ഇത് ടോക്കൺ തന്ന പൈസയാണ് അതിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് വാതിലടച്ചിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ അടുക്കള വാതിൽ പുറത്തുനിന്ന് ഞാൻ പൂട്ടിയിരുന്നു. എപ്പോഴും ഞാൻ പോകുമ്പോൾ 2 പേര് പോണ സമയത്ത് അടുക്കളയിൽ ഞാൻ പൂട്ടിയിട്ട് പോവാറ്, പുറത്തുനിന്ന് ലോക്ക് ചെയ്ത്. അന്നത് തുറന്നിട്ടുണ്ടായില്ല. ഇയാൾ രക്ഷപ്പെടാനാണെങ്കിൽ ഇയാൾക്ക് ഭയങ്കര പാടായിരിക്കും. ഇയാൾ മേളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയാണ് വന്നിരിക്കുന്നത്. ആ ആള് പോയി. എനിക്കറിയില്ല, ഞാൻ അവിടെ നിന്നിട്ട് ഡാനി എന്നൊക്കെ വിളിച്ചു. പക്ഷേ ഒരു അനക്കൂല. ഞാൻ പതിയെ വന്ന് കിടന്നു. ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അപ്പുറത്തെ വീട്ടിലേക്ക് കള്ളം കയറിയിട്ട് കുറേ സാധനങ്ങൾ പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കള്ളനായിരുന്നു എന്ന്. എൻ്റെ മാതാവ് എൻ്റെ റൂമിൻ്റെ ആ പടി കയറാൻ, ആ കാല് ചവിട്ടാൻ അത് സമ്മതിച്ചില്ല. അപ്പം തന്നെ എനിക്കിത് കേട്ടത് എൻ്റെ ഉള്ളിൽ വന്ന കാര്യമാണ്. എൻ്റെ കൃപാസന മാതാവ് ഈ പടിയും കൂടി കടക്കാൻ അവൻ അനുവദിച്ചില്ലല്ലോ എന്ന്. എന്നിട്ട് പോലീസ് വന്നിട്ട് ചോദിച്ചു, ഇന്ന് ഡെഡ് ബോഡി എടുക്കേണ്ടതായിരുന്നല്ലോ, എന്താ ഇവിടെ സംഭവിച്ചതെന്ന്. കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, തലയ്ക്കൊരു അടി കിട്ടിയാൽ മതി അവിടെ കിടക്കുമെന്ന്. പിന്നെ എന്തായിരുന്നു, പിന്നെ
ചെറുതും വലുതുമായിട്ട് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താ, ചേട്ടന് വീട്. ഈ എൻ്റെ ചേട്ടൻ ഇങ്ങനെ കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ അപ്പച്ചന് യാതൊരു വിധത്തിലും സഹായിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒന്നും തരില്ല. ഇപ്പോഴും 88 വയസ്സായി. ആൾ ഭയങ്കര കസ്റ്റഡിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ചേട്ടന് വീട് പണിയാൻ ഞങ്ങളിപ്പോൾ കല്ലൊക്കെ ഇട്ടു, കോൺക്രീറ്റ് സ്റ്റാർട്ടിങ് ആയി. അപ്പോൾ അതും എനിക്കൊരു സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടനൊരു വീട് അത് പറയണമെന്നുണ്ടായിരുന്നു. അതിന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ജെൽബി, എൻ്റെ വീട് കണ്ടിട്ട് അവളെ കൃപാസനത്തിൽ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു, ഞാനും അടുത്ത ദിവസം തന്നെ ഞാൻ പോയിരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ അവൾ ഓൺ ദ വേ, അവളുടെ വീട്ടിൽ ഭയങ്കര സംഭവങ്ങളായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത്ര സംഭവം അവളുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഓൺ ദ വേ അവൾ പറയാ, ഞാൻ കൃപാസനത്തിൽ പോകും. മോള് ചോദിച്ചു എന്ത് കാര്യത്തിന്? എൻ്റെ മോന് വേണ്ടിയാ. പക്ഷേ US കിടക്കണ എൻ്റെ മോന് ജോലിയില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എൻ്റെ ജോലി റെഡിയായി. ആ ഫോൺ ഓൺ ദ വേ പോകുമ്പോൾ തന്നെ കിട്ടി. അങ്ങനെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഉടമ്പടി എടുത്തു, അങ്ങനെ പോയി. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവന് ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീയുടെ പ്രശ്നമാണ്. ഓഡിറ്റിംഗ് വന്നപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ തമ്മിൽ തർക്കമായി കഴിഞ്ഞപ്പോൾ ആണുങ്ങൾ ഇടപെടേണ്ടി വന്നു. അപ്പം ഇടപെട്ട് കഴിഞ്ഞപ്പം മറ്റേ എതിർ കക്ഷിയുടെ ഒരു പണിയെടുത്തു. അയാൾക്കൊരു അയാളുടെ മോളുണ്ട്, പെൺകൊച്ചി, ചെറിയ കൊച്ചാ, 6ലോ 7ലോ പഠിക്കുന്നത്. ആ കൊച്ചിനെ വെച്ചിട്ട് ഇവനെതിരെ ഒരു പ്രോസ്കോ കേസ് വെച്ചു. ഒന്നും പറയാനുള്ള ഭയങ്കര സങ്കടമായി. ആ സെയിം ഏജിലുള്ള കൊച്ച് അവനും ഉണ്ട്. അപ്പോൾ വക്കീൽ പറഞ്ഞു, നീ ആ കൊച്ചിനെ വെച്ചിട്ട് നീ പറഞ്ഞില്ല, എൻ്റെ മോളെ ഞാൻ കുരുതി കൊടുക്കില്ല, എനിക്ക് എൻ്റെ മാതാവുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം, എനിക്ക് അങ്ങനെയൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയാണ് അവൻ വന്നത്. ആരെയോ വിളിച്ച് പറഞ്ഞ് അച്ഛനെ കാണാമെന്നൊക്കെ ഉള്ള പ്ലാനിൽ ഇവിടെ വന്നു. പക്ഷേ ഇവിടെ അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വന്ന് മുട്ടുകുത്തി നന്നായിട്ടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ, നിനക്ക് എന്താ വിധി എന്നുള്ളത് ദൈവം തീരുമാനിക്കണേന്ന് പറഞ്ഞു. അവരല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസ്കോ കേസിൽ ആ കൊച്ചിനോട് എന്തോ പറഞ്ഞത് അവർ എടുത്തിരുന്നു. പക്ഷേ വീണ്ടും അവരോട് ചോദിച്ചപ്പോൾ ആ കൊച്ച് വേറെ എന്തോ പറഞ്ഞു. അങ്ങനെ ആ പ്രോസ്കോ കേസ് തള്ളി അവനെ വെറുതെ വിട്ടു. അവൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം പിടിച്ചിരുന്നു. എങ്ങാനും ജയിലിൽ പോയാൽ അവരുടെ അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഭാര്യ നട്ടലിന് പ്രശ്നമായിട്ട് കിടപ്പിലായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവളോട് പക്ഷെ എത്ര പറഞ്ഞാലും അവൾ പറയുന്നത്, മാതാവ് എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മൊത്തം വന്നാലാണോ ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞവൾ സാക്ഷിയൊക്കെ കാണും, പല പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവസാനം അവൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കാറ് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ കാറ് വീട്ടിൽ കൊണ്ടുപോയിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ തീരുമാനം എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല ഞാൻ ഈ ബൈക്കിൽ തന്നെ വരും, എനിക്ക് ഈ ബൈക്കിൽ ഇവിടെ വരണം. അപ്പോൾ അവൻ ചോദിച്ചു, ദൈവമേ ഈ നട്ടിൽ ഇത് സുഖമില്ലാത്ത നീ എങ്ങനെ ബൈക്ക് വരും? ഇല്ല ഞാനാ വിശ്വസിച്ചിട്ട് പറയണേ, ബൈക്കിൽ ഞാൻ പോകും, ആലപ്പുഴ വരെ ഞാൻ പോകും. അങ്ങനെ അവൾ പതിയെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നു. അവൻ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നു. അവൾ ഉടമ്പടി എടുത്തു. തിരിച്ച് പിന്നെ അവൾക്ക് നിൽക്കാൻ പാടില്ല, ഈ ഒരു കാല് കുത്താൻ പറ്റില്ല, അത്ര വേദനയാണ്. അപ്പം തന്നെ അവൾക്ക് കിടക്കണം, അതായിരുന്നു അവളുടെ സ്ഥിതി. പക്ഷെ അവൾ തിരിച്ച് വന്നിട്ട് അടുക്കളയിൽ പണി ചെയ്യായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടിയ അവൾ പണി എടിയെന്ന് പറഞ്ഞു. അതുപോലെ സാക്ഷ്യങ്ങൾ എനിക്ക് ഇനിയുമുണ്ട്, ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ. സമയം ഒത്തിരി ആവുന്നു. 3 മാസമായിട്ട് വർക്ക് ചെയ്യാത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, കുറേ ട്രോള് കൃപാസനത്തിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അനുഭവിച്ച് അവർക്കേ അറിയൂ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ബൈക്ക് 3 മാസമായിട്ട് വർക്ക് ചെയ്യാത്തൊരു ബൈക്ക്. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, എൻ്റെ മോനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അത് മുഴുവൻ നശിച്ചു പോകൂലേ? അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഇനി അത് വല്ല വണ്ടിയിലും കയറ്റിയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല, കിക്കറില്ലാത്ത വണ്ടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം അവനോട് പറഞ്ഞു, മോനൊന്ന് കീ ഇട്ടൊന്ന് ഓൺ ചെയ്തേ. കുറേ പ്രാവശ്യം കീ ഇട്ടു, ഒരു 8 പ്രാവശ്യമെങ്കിലും കീ ഇട്ട് ഓൺ ചെയ്തു. ഒരു ശബ്ദവുമില്ല, കീ ഇടുന്ന ശബ്ദം മാത്രം, വേറെ ഒന്നുമില്ല. ഞാൻ പതിയെ അകത്ത് ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം എടുത്തിട്ട് ഞാൻ ബൈക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് കുരിശ് വരച്ചു. എന്നിട്ട് കൊച്ചിനോട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ഞാൻ ബൈക്കിൻ്റെ അടുത്ത് കൊണ്ടാണ്ടപ്പോൾ അവൻ ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഈ ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നെ നീട്ടിയൊരു വിളി വിളിച്ചു, മമ്മി എന്ന് പറഞ്ഞ് നീട്ടിയൊരു വിളി വിളിച്ചു, എന്തോ അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ബൈക്കിൽ കീ ഇടുന്നതും അപ്പം തന്നെ അത് കുടുകുടുവെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അത്ഭുതം എന്ന് പറഞ്ഞാൽ 3 മാസമായിട്ടിരുന്ന ബൈക്കാണ്, ഇതുവരെ വർക്ക്ഷോപ്പിൽ കയറേണ്ടി വന്നിട്ടില്ല. ഇത് നടന്നത് ഇപ്പോൾ ഒരു 5-6 മാസത്തിന് മുമ്പാട്ടോ, 5-8 മാസത്തിന് മുമ്പാണ്. അങ്ങനത്തെ ചെറിയതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. മാതാവിനെ മഹത്വപ്പെടുത്താൻ എനിക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ചെറിയ തോതിലും എല്ലാം.